എല്ലാം വരും. ഡോണ്ട് വെറി, വെരി ഹാപ്പി. പ്ലാനിങ് ടു സ്റ്റാർട്ട് വ്ലോഗ് ബ്രോ. ഐ എം പ്ലാനിങ് ടു സ്റ്റാർട്ട് വ്ലോഗ്. സജസ്റ്റ് Xiaomi CV40 നല്ലതാണ്. ഫ്രണ്ട് ക്യാമറയിൽ അൾട്രാ വൈഡ് ഒക്കെ പോകാൻ പറ്റും. സോ അപ്പൊ നമുക്ക് വ്ലോഗ് ചെയ്യാനായിട്ട് ബാക്ക് ക്യാമറ വെച്ച് തന്നെ ചെയ്യണമെന്നില്ല. 4K സപ്പോർട്ട് ഒക്കെ ഉണ്ട്. സോ Xiaomi CV is a good option for vloggers. I will also vlog with my iPhone. ഞാനും എന്റെ ഐഫോൺ വ്ലോഗ് ചെയ്യാൻ പോകും. ഇത് ഞാൻ കൊറേ കേട്ട് മടുത്തതാണ്. നിങ്ങൾ കേട്ടോ? രണ്ട് ഇതുണ്ടല്ലോ, ഫുഡ് കഴിക്കുമ്പോ രണ്ട് സ്ക്രീനിലാവണം. അതില്ലല്ലോ ഐഫോൺ. I mean your crypto. I mean your brother is making videos related to camera and I will be making videos related to gaming and you can post it in your YouTube channel because usually every reviewer adds small part of gaming. Game ചെയ്യണമെന്നാണോ പറഞ്ഞത്? ബ്രോന്റെ നെയിം എന്താണ് അണ്ണാ? Call me Flash. Paishak 07 പുള്ളി call me Flash. ബ്രോ അവന് നിന്റെ മോഡറേറ്റർ റൊണാൾഡോ ഫാനാടാ. അതാ കുഴപ്പമില്ല. അതെന്തോ ആയിട്ട് ആൾക്കാർക്ക് എന്ത് ഫാനും ആവാം, അതൊന്നും വിഷയമല്ല. ഇങ്ങോട്ട് ചൊറിയാൻ വരില്ല, അത്രേ ഉള്ളൂ. അത് ശരിയാ. നമ്മള് ഫാനിസം വെച്ചോണ്ട് ഫാനിസം മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ വിജയ് ഫാനാണ്. ഞാൻ ഒരിക്കലും അതിന് മറ്റേ വേറെ ഒരു ചെറുക്കുണ്ടോ അപ്പൊ പൊന്നു അവനെയൊന്നും പോലെ വന്നിട്ട് എന്റെ വിജയണ്ണൻ മറ്റേ കോപ്പ അമേരിക്കയിൽ പോയി കളിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും തോപ്പിച്ച ഇങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങേരെ തന്നെ കോമാളിയാക്കണ കുറെ എണ്ണുണ്ട്. അതുപോലെ ഒന്നും ആവരുത്, അത്രേ ഉള്ളൂ. നമുക്ക് ഒരാളെ ഇഷ്ടമാണെങ്കിൽ അത് നമ്മളെ മനസ്സിൽ വെച്ചേക്കുക. അയാളല്ല ഇഷ്ടം. ഒന്നാമത്തെ കാര്യം തന്നെ ആക്ടിങ് ആണെങ്കിലും ഓരോ ആൾക്കാരുടെ ടാലന്റ് ആണ്. നമുക്ക് ഫുട്ബോളില് എനിക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഈ ലോകത്തിൽ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഹ്യൂമൻ ബീങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിയാനോ റീവ്സ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യണ ഒരു മനുഷ്യൻ അങ്ങേരാണ്. ഞാൻ അയാളെ ഫോളോ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന അതാണ് മനുഷ്യൻ. സോഷ്യൽ മീഡിയയിൽ ഇല്ല. ഇതേപോലെ വന്ന് ഹേറ്റ് അടിക്കുമെന്ന് അറിയാം ഓരോരുത്തന്മാര്. അതുകൊണ്ടാണ് അയാൾക്ക് ഇവിടെ പെയ്ഡ് സോഫ്റ്റ്വെയർ ഒക്കെ വെച്ച് വാട്സാപ്പ് മാറ്റി അവസാനം വാട്സാപ്പ് ഫുൾ സ്റ്റക്ക് ഡേറ്റ ഉപേക്ഷിക്കേണ്ടി വരും. അത് തന്നെയാണ് ഈ നമ്മൾ ഈ ഐഫോൺ ടു ഐഫോൺ ഡേറ്റ ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ ആണ്. മറ്റേ നമുക്കിപ്പോ ഐഫോണിൽ ഇപ്പൊ വാട്സാപ്പ് ഡേറ്റ തന്നെ നമുക്ക് മറ്റേ QR കോഡൊക്കെ വെച്ച് തന്നെ നമുക്ക് കോപ്പി ചെയ്യാനൊക്കെ പറ്റുന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറയേ, പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ആൻഡ്രോയിഡ് ടു ഐഫോൺ അല്ലെങ്കിൽ ഐഫോൺ ടു ആൻഡ്രോയിഡ് വരുമ്പോൾ പണിയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ മറ്റേ ഈ ക്ലൗഡ് ഒക്കെ മേടിച്ച് അതിലെപ്പോഴും ബാക്കപ്പ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാൻ ശ്രമിക്കുക. പാടാണ്. എൻഡ് ഓഫ് ദ ഡേ. ടെക്നോ ഫ്ലിപ്പ് CR7 സൂയി തള്ള മറ്റേ അവൻ വന്നിട്ടുണ്ടോ നമ്മളെ മറ്റേ എന്തോ പറഞ്ഞവനാണ്. സൈക്ക് അങ്കിൾ എന്ന് വിളിച്ചവൻ. സൈക്ക് നെഡ് ബൈ ഹൗ ടു ബൈ ഫ്രം UAE നോട്ട് ഗോയിങ്. PS I don't have friends. ഹൗ ടു ബൈ ഫ്രം UAE ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് വരുത്തുക. അല്ലെങ്കിൽ നീ ഇവിടെ വല്ലപ്പോഴും വിസിറ്റിന് വരികയാണെങ്കിൽ ഇവിടെ വന്ന് അങ്ങനെ മേടിക്കാല്ലോ. അത് കാര്യമില്ലടേ. നമ്മളെ യൂഷ്വലി ആരെങ്കിലും കാണും ഇവിടെ ദുബായിലുള്ള അവരുടെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സാധനം എത്തിക്കാന്നേ ഉള്ളൂ. അഭിജിത്ത് സുരേഷ് ബ്രോന്റെ സോഹോ വീഡിയോ ആസ് എ സോഹോ എംപ്ലോയി ലബ്ഡ്. ഓ താങ്ക് യു സോ മച്ച് ബ്രോ. ഞാൻ സത്യം പറഞ്ഞ സോഹോ എന്ന് പറയുന്ന കമ്പനിയെ പറ്റി അറിയുന്നത് ഒരു ന്യൂസ് തന്നെ സ്ട്രൈക്ക് ചെയ്തപ്പോഴാണ്. ഞാൻ നമ്മുടെ എക്സിൽ ഇരുന്ന സമയത്ത് ഈ പറഞ്ഞ ആഫ്രിക്കൻ മാർക്കറ്റിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റോ ഗൂഗിളോ ഒന്നും അല്ലാതെ സോഹോ ആണെന്നുള്ള ന്യൂസിൽ നിന്നുമാണ് ഞാൻ ഇവരെ പറ്റി കുറച്ചും അറിഞ്ഞു തുടങ്ങുന്നത്. അതുവരെ എനിക്ക് അറിയത്തില്ല. ഞാൻ ഇവരെ എവിടെയൊക്കെ ഇവരെ പേര് അവിടെ ഇവിടെ കണ്ടിട്ടില്ല, ഇവർ എന്താണ് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെയാണ് മനസ്സിലായത് നമുക്കൊരു നമ്മുടെ ഈ സാധനം സെമി കണ്ടക്ടർ ബിസിനസ്സിലോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട്. സോ തൊപ്പി ഇൻ ദ ചാറ്റ് തൊപ്പി വന്ന ഞാൻ കണ്ടില്ലല്ലേ. തൊപ്പിയെ ഞാൻ നേരിട്ടൊന്ന് കാണുന്നുണ്ട്. അവനൊരു കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ അത് അന്നേ പറഞ്ഞൊരു സാധനമാണ്. ആർക്കെങ്കിലും അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഒരുത്തന്നെ അതിൽ ഇരുത്തി ഞാൻ ചെയ്യുന്നു. ഒരു നറുക്ക് വീണിരിക്കുന്നത് തൊപ്പിക്കാണ്. തൊപ്പിയെ ഞാൻ നേരിട്ട് കാണുമ്പോ ഞാനൊരു ലൈവ് ഇടും. എല്ലാരും അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. വെയിറ്റിംഗ്
എന്തിനാണെങ്കിലും അത് എന്തായാലും അവന് ആൻഡ്രോയിഡ് ഫോണിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹീ ക്യാൻ എനിക്കൊരു DM അയക്കാം. എനിക്ക് ആ വഴി KGF4 റിവ്യൂ ചെയ്യുമോ ബ്രോ? KGFന്റെ വലിയ ഫാനാണ് സൈഡിൽ ഇരിക്കുന്നത്. ഈ വലിയ ഫാനിനെ KGF കാണിപ്പിച്ചത് എനിക്കറിയാം. KGF പാർട്ട് 1 ഞാൻ KGF കണ്ട് പ്രാന്തനായിട്ട് ഇറങ്ങി നാട്ടുകാരത്തൊക്കെ ഞാൻ പറയുമായിരുന്നു, എടാ KGF പോയി തിയേറ്ററിൽ കണ്ട, KGF പോയി തിയേറ്ററിൽ കണ്ട. അവസാനം ഞാൻ ടിക്കറ്റ് എടുത്ത് വിട്ട്. അങ്ങനെയാണ് ഈ രണ്ടു ദിവസം കുടിലും മട വന്ന് ഐഫോൺ വിരോധി സനി മറുപടി ഐഫോണിന്റെ ഒരു ഷോറൂമാണ് നമ്മളെ വീട്. അത് ഈ റൂം ആപ്പിളിന്റെ സാധനങ്ങളേ ഉള്ളൂ. എന്തെങ്കിലും ആപ്പിൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ല, സനി തന്നെ ആലോചിച്ചിട്ടുണ്ട്. സനി എന്റെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ അല്ലാതെ ഡിസ്കസ് ചെയ്യുന്ന ആൾക്കാർ എന്തെങ്കിലും ഞാൻ ഐഫോണിൽ ഇല്ലാത്തൊരു കാര്യത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹേറ്റ് സനി കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ബിക്കോസ് ഒബ്വിയസ്ലി ഞാനും എന്റെ ബ്രദറും കൊതിച്ചിട്ടുണ്ട് ഐഫോൺ 10 എടുക്കാനായിട്ട്. ഓർമ്മയുണ്ടത് ഇറങ്ങിയ സമയത്ത്. ഒന്നാമത്തെ കാര്യം ആ 10 മുതലാണ് യവന്മാരെ പ്രൈസ് കൂടിയത്. തുടങ്ങിയത് ആ സമയം മുതൽ. പിന്നെ അവന്മാര് മുടിഞ്ഞ കാശും അതുവരെ സത്യം പറഞ്ഞ ഐഫോൺ അവന്മാരുടെ പഴയ പ്രൈസിങ് അടിപൊളിയായിരുന്നു. ലൈക് 60, 50, 60 ആ ഒരു പ്രൈസ് നിന്നിപ്പിന് 1 lakh ഇടയാവും. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ബിക്കോസ് ഫീച്ചർ മാക്സിമം അവന്മാര് ബാക്കിലോട്ട് ആക്കി വെച്ചിട്ട് പതുക്കെ അതിന്റെ പ്രൈസ് ആക്കാൻ വേണ്ടി അങ്ങനെയാണ് അവന്മാര് ഇടുന്നത്. ടാക്ടിക്കലാണ്. ഞാൻ എനിക്ക് ഒരു ഹേറ്റും ഇല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഐ ഫെൽറ്റ് വെരി ഓവർ റേറ്റഡ്. ആ പ്രൈസിന് നിങ്ങൾ എന്തെങ്കിലും ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നുമില്ലെന്ന് പറയാൻ പറ്റുള്ളൂ. ഒന്നും ആലോചിച്ചോക്ക്, ആ 10 ഇറങ്ങണ വരെ ആപ്പിൾ ഒന്നും അല്ലായിരുന്നു. ഈ 10ന് ശേഷം ആ കമ്പനിയുടെ വളർച്ച മാത്രം നോക്കിയാൽ മതി. അവന്മാർ ആ ബിസിനസ് സൈഡിലോട്ട് കയറിയതിനു ശേഷം ആപ്പിൾ ഇപ്പൊ $1 trillion കമ്പനിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് ഇപ്പൊ ആ കാശ് എന്നുള്ളൊരു സംഭവം മാത്രം മതി. അല്ലാതെ അവന്മാർക്ക് ആ ഫോണും ഡിസൈനും ഒന്നുമില്ല, ഒരു വിഷയമല്ല. എനിക്ക് ചില കാര്യങ്ങളിൽ അവന്മാരുടെ ആ ഒരു എത്തിക്സും ബിസിനസ് എത്തിക്സും ഒട്ടും പറ്റൂല. ബിക്കോസ് ഒരു കസ്റ്റമേഴ്സ് ആയിട്ട് ഒരു ഇതില്ല. അവന്മാർക്ക് ആ ഒരു കസ്റ്റമർ ഫസ്റ്റ് എന്നുള്ളൊരു സംഭവം ഇല്ല. അവന്മാരുടെ തോന്നിയവാസത്തിന് അവന്മാർക്ക് ഇഷ്ടമുള്ള ഫീച്ചർ അവന്മാർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള മോഡലിൽ ഇറക്കും. അതാണ് പ്രശ്നം. അതാണ് ഞാനും പറയണത്. സംഭവം എന്ന് പറഞ്ഞാ ഇത്രേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ഒരു ഇല്ലാത്ത സാധനം, ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. അത് എവിടെ അങ്ങനെ നോക്കണേ ഞാൻ സാംസങ് വിരോധിയാണ്. ഏറ്റവും കൂടുതൽ മോശം പറയുന്ന സാംസങ്ങിനെ പറ്റിയാണ്. നമ്മൾ എല്ലാ ഫോണുകളുടെയും എനിക്ക് നെഗറ്റീവ് ആയിട്ടുള്ള സാധനം ഞാൻ പറയാം, തുറന്നു പറയാം. 40 രൂപ ത്രൂ ഗൂഗിൾ പേ. തൊപ്പി, ഞാൻ ഹന്നയുടെ ബെസ്റ്റിയാണ്. നൈസ് ടു മീറ്റ് യു. അത് അവന്റെ ഇഷ്ടം. അതിലിപ്പോ വിരോധിയാവുകയോ ലവർ ആവുകയോ എന്നുള്ള സംഭവം ഇറ്റ്സ് നോട്ട് ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള സാധനമാണ്. വാങ്ങുന്ന സാധനത്തിന് കറക്റ്റ് ആയിട്ട് അവൻ യൂസ് ചെയ്തിട്ട് അവന് തോന്നിയ കാര്യങ്ങൾ അവൻ പറയും. അതിനകത്ത് വിരോധമൊന്നും ഇല്ലല്ലേ. ഈ ആപ്പിൾകാരന്മാർ അവന്റെ എന്തെങ്കിലും എടുത്തോണ്ട് പോയാ വിരോധിക്കാനായിട്ട്. ഹായ് ബ്രോ, ലുക്കിംഗ് ഫോർ ഫോൺ. അതും ഇഷ്ടമല്ലാണ്ട് നീ ഇത്രയും കാശ് ചെലവാക്കി സാധനങ്ങൾ വാങ്ങിക്കണത് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അണ്ണാ തൊപ്പി എന്തോ പറയുന്നുണ്ട്. തൊപ്പി എവിടെയാണ് പറഞ്ഞത്? അവന് സൂപ്പർ ചാറ്റ് ചെയ്താ പോലെ വലിയ ഇൻഫ്ലുവൻസർ. അതാണ് സൂപ്പർ ചാറ്റ് തൊപ്പി ഇവിടെ ഉണ്ടെങ്കിൽ. ഓ അങ്ങനെ അവൻ ജാസ്മിനൊക്കെ അയക്കുള്ളൂ. നമ്മള് പാവപ്പെട്ട വാങ്ങി. എന്നിട്ട് ജാസ്മിൻ ഇഗ്നോർ ചെയ്തെന്നു പാവം. എവിടെ തൊപ്പി എനിക്ക് കാണാൻ പറ്റില്ലടെ. എനിക്ക് കാണാൻ പറ്റില്ല ബ്രോ. ഐഫോൺ ഹാസ് ദ ഇത് തന്നെ കണ്ടാ ബ്രോ. ഐഫോൺ ഹാസ് ദ ബെസ്റ്റ് സേഫ്റ്റി. സനി എന്താണ് പറയാനുള്ളത് ഐഫോണിന്റെ സേഫ്റ്റിയെ പറ്റി? ഈവൻ ഐ ഓൾസോ എഗ്രി. പ്രൈവസി പക്ഷെ ഐഫോൺ വരെ ഇത് ചെയ്യാറുണ്ട് ബ്രോ. ഐഫോൺ തന്നെ ഈ പറയുന്ന ഹാക്ക് ആയിട്ടുണ്ട്. തൊപ്പി ലൈവാണ്, നിങ്ങളുടെ ലൈവ് റിയാക്ട് ചെയ്യുക. അവൻ മറ്റേ റൂട്ടറാ.
MRC തൊപ്പിയാ എവിടെ എവന് മാത്രം മനസ്സിലാവണ മലയാളം ഭാഷയാണ് ഇതൊക്കെ. എവിടെ ലൈവ് എനിക്ക് പീഡകന്റെ അർത്ഥം അറിയില്ല ഇവർക്ക്. ബ്രദറാ? ഓ ഐ കാൺ ഓ ഷസാമിന്റെ ബ്രദറാണോ അത്? പീഡകൻ എന്തോടെ Seriously? ഈ മലയാളത്തിൽ ഇന്നേ വരെ കേൾക്കാത്തൊരു വാക്കാണ് പീഡകൻ. NTS സ്റ്റാർ താങ്ക് യു. എടാ പീഡിപ്പിക്കുന്ന ഞാൻ പറഞ്ഞു എടാ എല്ലാം അവന് കോണ്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു എനിക്ക് ആ ഒരു ഇതിലോട്ട് പോവാൻ വയ്യണം, നമുക്ക് വേറെ പണിയുണ്ടടേ. മനസ്സിലായില്ലേ? റൂട്ടറിലാണ് അവന് ഭയങ്കര കിക്കില് ലൈവാണ്. ഓക്കെ ഓക്കെ ഓക്കെ. രസം ലുക്കിലേക്ക് പീഡകനാ. പിന്നെ അവൻ പിന്നെ ഋത്തിക് റോഷനെ പോലെ ഇരിക്കണം, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എനിക്ക് മറ്റേ എന്തോ പേര് അവന്റെ സായി കൃഷ്ണയാണോ സീക്രട്ട് ഏജന്റ് ആണോ കണ്ടാ ഇഷ്ടം? എന്ത് ചെയ്യാൻ സീക്രട്ട്? ഞാൻ സീക്രട്ട് ഏജന്റ് ഫാനാണ്, പക്ഷെ അവന് വെറുതെ ബിഗ് ബോസിൽ പോയിട്ട് ഒരു കാര്യമില്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഐ വിൽ കം ബാക്ക്. ഞാൻ പറയുന്ന ഈ എന്തിനോ പറഞ്ഞിട്ട് പോട്ടെ, പക്ഷെ അവന് ഞാൻ ഒരു ലൈവ് എന്തായാലും ഇടും കേട്ടോ. അവ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്, ആ ഡൗട്ട് എന്തായാലും ക്ലിയർ ചെയ്യണം. ഐ എം ഓൾസോ ദെയർ. അപ്പൊ എന്തായാലും നോക്കാം. നേരത്തെ പറയുന്നില്ല എന്തിനെ കുറിച്ചാ? ഞാൻ ലാസ്റ്റ് ഷസാമിനെ കുറിച്ച് എന്താ പറഞ്ഞ ലാസ്റ്റ്? മൂവി റിവ്യൂ. മറന്നുപോയി. അപ്പൊ ഞാൻ പോണ് ഗൈസ്. അപ്പൊ നമ്മൾ എന്തായാലും ലൈവ് നിർത്താൻ പോവുകയാണ്. ഓക്കെ ഗൈസ്. ഓക്കെ ഡീമോട്ടിവേറ്റ് അയാള്. എടാ ഞാൻ തമാശ കോൾ മീ ഫ്ലാഷ് ഗൈസ്. ബൈ ബൈ. സബ്സ്ക്രൈബ്. പാവടാ ഞാൻ എല്ലാരും പറയുന്ന തമാശ രീതി പറഞ്ഞടാ. ബ്രോ ലുക്ക് ലൈക്ക് റൈപ്പർ അല്ല പീഡകങ്ങള്. ശരിക്കും ചൂടായി, ശരിക്കും ആള് പൊട്ടിയാണ് സംഭവം. ഓനങ്ങനെ അല്ലല്ലോ പൊതുവെ, ആള് ചില്ലാന്നല്ലോ. ഇതെന്താ സംഭവം, എന്താ പറ്റിയേ? ഞാനൊക്കെ വന്ന് ഞാൻ അന്നാ മൂവി റിവ്യൂ ആ സംഭവം പറഞ്ഞിട്ടില്ലേ, അതുകൊണ്ടായിരിക്കും. കോൾ ചെയ്താൽ കോൾ എടാ നമ്പറില്ല എടാ എനക്ക് വന്ന് ഞാൻ എന്നാ മൂവി റിവ്യൂന്റെ സാധനം. ഞാൻ ഒരു സംശയം ചോദിച്ചാടാ, ഞാൻ കാര്യം പറഞ്ഞു. ഷസാം പറഞ്ഞ അത്രയും ആളാണ് കാര്യം പറയാം. അറ്റോൾ TK ഡൊനേറ്റഡ് 40 രൂപ ഗൂഗിൾ പേ. നാളെ വാക്സ് 777 പറ്റിച്ചില്ലേ? എന്ത് പറ്റിച്ചാണോ പോടാ പൂരി പോലെ. അവിടെ ചെക്കന് വേണ്ടി സ്പോൺസർഷിപ്പിന് ആടി ഇടി കാസർഗോഡ് മലപ്പുറത്തും ഉള്ള എല്ലാ ആൾക്കാരെയും വിളിച്ച് ഞാൻ കണക്ട് ചെയ്തോണ്ടിരിക്കുക.